2 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിനെ ചുണ്ടിനൊരു ചെറിയ മുറിവ് പറ്റിയതാണ്. ചികിത്സിക്കാനായി ആശുപത്രിയിൽ എത്തിക്കുന്നു. അനസ്തീഷ്യ ഡോക്ടർ അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം കുഞ്ഞിൻ്റെ നില വഷളാവുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നു. ഇപ്പോൾ കുഞ്ഞ് മരിച്ച വിവരം പുറത്തു വരുന്നു. 2 വയസ്സ് മാത്രമേ ഉള്ളൂ. 2 വയസ്സ് മാത്രമാണ് ഈ കുഞ്ഞിൻ്റെ പ്രായം എന്നുള്ളതാണ്. ആശുപത്രി അധികൃതരെ ചികിത്സാ വീഴ്ച എന്നുള്ളത് നിഷേധിക്കുന്നുണ്ട്. അന്നു തന്നെ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഈ നിമിഷം വരെയും അത് തങ്ങളുടെ വീഴ്ചയാണെന്ന് അവർ പറയുന്നില്ല. ആശുപത്രി അധികൃതർ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കുഞ്ഞിന് അനസ്തീഷ്യ നൽകുന്നതുവരെ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ചുണ്ടിനൊരു ചെറിയ മുറിവുമായി എത്തിയതാണ്. അതിനിടയിലാണ് ഈ അനസ്തീഷ്യ കൊടുക്കുകയും അതിനുശേഷം കുഞ്ഞിൻ്റെ അവസ്ഥ മോശമാവുകയും ചെയ്തത്. കുഞ്ഞിൻ്റെ അമ്മാവൻ അജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജിത്ത്, നമ്മുടെ ഈ കുഞ്ഞിന് കണ്ടോളൻസസ് അറിയിക്കട്ടെ. അജിത്ത്, ഏറെ സങ്കടകരമായ വാർത്തയാണ്. നമ്മൾ പ്രതീക്ഷിച്ചു അവസാന നിമിഷമെങ്കിലും അവൻ തിരിച്ചു വരുമെന്ന്. അത് സാധിക്കാതെ പോയി. ഈ കുഞ്ഞിന് അനസ്തേഷ്യ കൊടുക്കുന്നത് വരെ കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു അല്ലേ? ചുണ്ടിന് പറ്റിയ മുറിവല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? വേറെ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചുണ്ടിനെന്ന് വെച്ചാൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു മുറിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏകദേശം അത് പിന്നെ അതുവരെയും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമായിരുന്നു. അതുപോലെ തന്നെ കുട്ടി ഒരു പ്രീടൈം ബേബി ആയിരുന്നു. 7 മാസത്തിൽ തന്നെ വന്നൊരു ബേബി ആയിരുന്നു കുട്ടി. അതിന്റെ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഈ ആശുപത്രിക്കാർ പക്ഷെ അതിപ്പോഴും സമ്മതിക്കുന്നില്ല അല്ലേ? ആശുപത്രിക്കാരുടെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെ ഇവര് കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം അവിടുന്ന് കുട്ടിയുടെ മറ്റ് പ്രീടൈം ഡെലിവറി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് അച്ഛനും അമ്മയെ വിശദീകരിച്ചിരുന്നു. അപ്പൊ അത് അവർ വലിയൊരു സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു ജനറൽ അനസ്തേഷ്യ കൊടുത്ത് ചെയ്യാൻ മാത്രമുള്ള ഒരു മുറിവ് കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അതായത് ഞാനിപ്പോ കുട്ടിയുടെ ഇന്ന് രാവിലെ കണ്ട സമയത്ത് തന്നെ ഈ വരുന്ന കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഒരു സ്റ്റിച്ച് പോലും ഇടാത്ത ആ ഒരു മുറിവ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി ഫുൾ ഹീലായിരിക്കുകയാണ്. വന്നാൽ ആ സ്പോട്ടിൽ ഒരു ചെറിയ ഇഞ്ചക്ഷൻ കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? ആ ലോക്കൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അഥവാ അത് ചെയ്താണ്ട് ഒരു ബാൻഡേജ് ചെയ്താൽ പോലും ബാൻഡേജ് ചെയ്ത് പോകേണ്ട മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് 3 വയസ്സിൽ താഴെ 1 വയസ്സും 4 മാസമുള്ള ഈ കുട്ടിക്ക് അവർ ജനറൽ അനസ്തേഷ്യ പറഞ്ഞത്. അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും അതുപോലെ തന്നെ കുട്ടിക്ക് സെഡേഷൻ ഒരു ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പേ അവരുടെ പാരന്റ്സിന് കൊടുക്കേണ്ട ഒരു മുന്നറിയിപ്പും കാര്യങ്ങളും ഇതുകൊണ്ടുണ്ടാവുന്ന റിസ്ക് ഫാക്ടേഴ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവര് ജസ്റ്റ് ഒരു സെഡേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞതല്ലാതെ ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഒന്നും വിശദീകരിക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിരുന്നില്ല അവര്. നമ്മൾ എന്തായാലും കേസുമായി മുന്നോട്ട് പോവുകയല്ലേ അജിത്ത്? മുന്നോട്ട് പോവാണ്. താങ്ക് യു അജിത്ത്. എന്തായാലും സങ്കടകരമായൊരു വാർത്തയാണ്. ഞങ്ങളുടെ സങ്കടവും പങ്കുവയ്ക്കുന്നു. താങ്ക് യു അജിത്ത്. താങ്ക് യു. അജിത്താണ് നമുക്കൊപ്പം ചേർന്നത്. കുഞ്ഞിൻ്റെ അമ്മാവനാണ്. അജിത്ത് പറയുന്നത് വളരെ വ്യക്തമാണ് അക്കാര്യത്തിൽ. കുഞ്ഞിൻ്റെ ചുണ്ട് ഇപ്പോൾ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞു. പക്ഷേ കുഞ്ഞും അപ്പോഴേക്ക് നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2 വയസ്സ് തികഞ്ഞിട്ടില്ല. 1 വയസ്സും 4 മാസം മാത്രം പ്രായമേയുള്ളൂ. 1.5 വയസ്സുകാരൻ എന്ന് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി കൃത്യത. 1 വയസ്സും 4 മാസം മാത്രം പ്രായമായ കുഞ്ഞിനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആശുപത്രിയുടെ ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ അമ്മാവനും